ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മൗറീഷ്യസിലെ നമ്മുടെ 4ാമത്തെ വ്ളോഗാണ്. ഇപ്പം മോർണിംഗ് 6 മണി. നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോട്ടർ ബോൺസിലെ കുറച്ച് കാഴ്ചകളാണ്. ബാക്കി നമുക്ക് അവിടെ നോക്കാം. ഇതാണ് ഇവിടുത്തെ ബസ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് ബസ് പിടിക്കേണ്ടത്. ബസ് ഇപ്പം വരുമെന്ന് തോന്നുന്നു. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. മണിയായതുകൊണ്ട് വളരെ ശാന്തിയാണ്. ആരും ഇല്ല. ബീച്ചിലൊന്നും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ബസ് സ്റ്റോപ്പിൽ വെയിറ്റിംഗ് ആണ്. അരമണിക്കൂർ എടുക്കും. നമ്മൾ അരമണിക്കൂർ നേരത്തെയാണ്. 6:30 ബസ് വരുന്നത്. എന്തായാലും ബസ് വന്നിട്ട് ബാക്കി നോക്കാം. ബസ് വന്നിരിക്കുകയാണ്. ഇതാണ് ടിക്കറ്റ്. 41 രൂപയായി കോട്ടർ ബോൺസ് വരെ. അങ്ങനെ കോട്ടർ ബോൺസ് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് സ്കൂളും കോളേജും ഒക്കെ ഇവിടെയാണ്. ഒരു പള്ളി എത്തിയിരിക്കുകയാണ്. മസ്ജിദ്. നൈസ്. ജുമ്മയ്ക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ സ്കൂളൊക്കെ അടുത്തുള്ളവർക്ക് ഇവിടെ വരാം. നമ്മളൊരു പ്ലാനില്ലാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനൊക്കെ പിടിച്ചിട്ട് ഇന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. ഇവിടുത്തെ ബസ് കണ്ടോ? ഇച്ചിരി അടിപൊളി ഏരിയ ആണ്. ഫുള്ള് കഫേസ്, സ്പാ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. വേറൊരു ബസ് വരുന്നു. ഇവിടെ പെർമനൻ്റ് സ്റ്റേയുടെ സീനായതുകൊണ്ട് മെഡിക്കലുണ്ട്. അപ്പം മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്തോ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടുത്തെ കോർട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ. മെഡിക്കൽ കഴിഞ്ഞു. അങ്ങനെ ചെറിയൊരു പരിപാടി ഉള്ളായിരുന്നു. ഇവിടുന്ന് ബ്ലഡ് എടുത്തു. ഇനി അതിൻ്റെ റിസൾട്ട് 2 ദിവസത്തിൽ വരുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഓൾറെഡി നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. ഓക്കെ. ഫുൾ ഫ്ലവേഴ്സ്. ഇന്നത്തെ ബാക്കി പരിപാടി, നമ്മൾ മൗറീഷ്യസിൻ്റെ ക്യാപിറ്റലായ പോർട്ട് ലൂയിസിലേക്ക് പോവാണ്. പോർട്ട് ലൂയിസ്. ഇപ്പം മെട്രോ കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റോസ് ഹിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം നമ്മളെന്തായാലും ബസ്സിൽ ഓൾറെഡി കയറി. ഇനി മെട്രോ എന്താ സീനെന്ന് നോക്കാം. പോർട്ട് ലൂയിസ് സേവ് ആണെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ പോയിട്ട് ഇതിൻ്റെ അകത്തൂടെ പ്ലാറ്റ്ഫോം നമ്പറിൽ പോകുമ്പോഴത്തേക്കും മെട്രോ വരുമെന്നാണ് പറയുന്നത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷൻ്റെ അകം ഒന്ന് നോക്കാം. പ്ലാറ്റ്ഫോം ട്രെയിൻസ് ഓഫ് മഹാത്മാഗാന്ധി.
ടിക്കറ്റ് എടുക്കാൻ മിഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ സ്കാൻ ചെയ്യുവാണെങ്കിൽ ഡിജിറ്റൽ മെട്രോ ടിക്കറ്റ് കിട്ടും. റോസ് ഹിൽ സെൻറ്റർ, മഹാത്മാഗാന്ധി, അവിടെയാണ് നമ്മളിപ്പോൾ. നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 40 രൂപ പോർട്ട് ലൂയിസ് വരെ. മെട്രോ സ്റ്റേഷൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ണ്ട് ആറാമത്തെ സ്റ്റോപ്പാണ് പോർട്ട് ലൂയിസ്, സെക്കൻഡ് ലാസ്റ്റ് വൺ. നമ്മൾ പോർട്ട് ലൂയിസ് മെട്രോ കയറി ഇറങ്ങിയിരിക്കുകയാണ്. KFC എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. വെജിറ്റബിൾ ഷോപ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട്. ഇവിടെ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഡ്രസ്സ് ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം വേണ്ട എല്ലാം കിട്ടും. പോർട്ട് ലൂയിസിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ഇവിടെ ഒരു ചൈന ടൗൺ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ബാങ്ക് ഓഫ് മൗറീഷ്യസ്. ഗൈസ്, അങ്ങനെ നമ്മൾ ചൈന ടൗൺ എത്തിയിരിക്കുകയാണ്. ഈ ബാക്കിൽ കാണുന്നത് ഒരു മസ്ജിദാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചൈനീസ് ഐറ്റംസ് ആണ്. ഫുഡും മാർക്കറ്റും ചൈനീസ് പെയിൻറ്റിങ്ങും. അങ്ങനെ ചൈന ടൗണിൽ നിന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു അംബർല സ്ട്രീറ്റ് ഉണ്ട്, 1 കിലോമീറ്റർ സംതിങ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ വഴിയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇങ്ങനെ മുരിങ്ങയില കാണാൻ പറ്റും. അങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ഫുഡാണ്. ലൂസിൻ്റെ ബസ് സ്റ്റാൻഡ്, മെയിൻ ബസ് സ്റ്റാൻഡ് സെൻറ്റർ. ഇവിടുന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഉള്ള ബസ് കിട്ടും. ഫ്ലിക്ക് ആൻഡ് ഫ്ലേക്കിലേക്കുള്ള ബസ് കിട്ടും, എല്ലായിടത്തേക്കുള്ള ബസ് കിട്ടും. ഇതാണ് മെയിൻ മാർക്കറ്റ് എന്ന് തോന്നുന്നു. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അംബർല സ്ക്വയറിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ അണ്ടർ പാസ് കയറി ഇറങ്ങേണ്ടി വരും. നമ്മളങ്ങനെ ഒരു വാട്ടർ ഫ്രണ്ട് എത്തിയിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്.
കുറേ സെയിലിംഗ് ബോട്ടും സാധാ ബോട്ടും വലിയ വലിയ ഷിപ്പുകളും ഒക്കെ ഉള്ള ഒരു പോർട്ടാണിത്. ഈരങ്കിയൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ അംബർല സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ബാക്കി കാഴ്ച. അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. അതെ അതെ അതെ, അവിടെയാണ് അംബർല സ്ട്രീറ്റ്. അത്യാവശ്യം ക്രൗഡ് ഉള്ള ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ അംബർല സ്ട്രീറ്റ് എത്തിയിരിക്കുകയാണ്. സ്ട്രീറ്റിൻ്റെ ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഈ സ്റ്റെയർ കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഫുൾ വ്യൂ കിട്ടും. നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ബാക്കിലുള്ളത് അംബർല സ്ട്രീറ്റ് ആണ്. അതിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ഫുൾ വ്യൂ. ഇത് ഇവിടുത്തെ മ്യൂസിയം ആണ്. ഇതിൻ്റെ അകത്ത് കയറണമെങ്കിൽ ടൂറിസ്റ്റിന് ഏകദേശം 350 റുപ്പീസ് വരുന്നുണ്ട്. നമുക്കിത് നെക്സ്റ്റ് ടൈം പിടിക്കാം. എന്തായാലും കയറി നമുക്ക് നെക്സ്റ്റ് ടൈം വ്ളോഗിൽ ഇതിൻ്റെ അകം കയറി കാണിക്കുന്നതാണ്. അവിടെ ഷിപ്പൊക്കെ കിടപ്പുണ്ട്. ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷെയ്ഡിൽ നിൽക്കുകയാണ്. നോക്കാം. ഇവിടെ ദീപിക പദിക്കോണിൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ ഫോട്ടോ ഉണ്ട്. ഇവിടെ തന്നെ വേറെ മൗണ്ടൻസ് ഒക്കെ കാണാം. നല്ല വ്യൂ ഉണ്ട് മൗണ്ടൻ്റെ. പോർട്ടാണ്. ബിരിയാണി കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. വലിയ രസമൊന്നുമില്ല. ഒരു 100-ൽ 30 കൊടുക്കാം, അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് മൗറേഷ്യൻ ബിയർ. അത് ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. അടുത്തൊരു മ്യൂസിയം ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെയൊക്കെ അതൊരു ഷിപ്പാണ്, ഫുള്ള് പോർട്ടാണ്. നമ്മളങ്ങനെ മ്യൂസിയം എത്തിയിരിക്കുകയാണ്. മ്യൂസിയം വേൾഡ് വാർ 2 ട്രിബ്യൂട്ട് ഗാലറിയാണ്. നോക്കാം നമുക്കകത്തെന്താ. ബേഡ്സ്, ഇവിടെയുള്ള മൗറീഷ്യസിൽ ഉള്ള ബേഡ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേഡ്സിൻ്റെ ഒരു സ്ട്രക്ചറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. സ്കൾസാണ്, ഡോഡോ ബേഡിൻ്റെയും ഒക്കെ. ഡോഡോയുടെ ബോൺസാണ്. സ്ട്രിച്ചിൻ്റെ എഗ്ഗാണ്. പിയോൺസ് ബേഡിൻ്റെ എഗ്ഗാണ്. ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. So many birds. നമ്മുടെ അവിടുത്തെ ഇന്ത്യൻ പാരറ്റ് ഒന്നും കുക്കു. ഇവിടെ ബേഡ്സിൻ്റെ സൗണ്ടും കൊടുത്തിട്ടുണ്ട്. That's nice. വൈറ്റ് ബ്രസ്റ്റഡ് ബ്രെയിൻ ഔൾ. നമ്മൾ ഇതിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നു, കുറച്ചു മുമ്പേ കണ്ട ബേഡ്. ഓ, ഉണ്ടപ്പോൾ ഇവിടെ കോറൽ ഷെൽസ് ആണ്. പല ടൈപ്പ് ഉണ്ട്. ശംഖുകൾ, ഗാലറി ഫുള്ള് ബട്ടർഫ്ലൈസും ഫ്ലൈസും അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നല്ല കേട്ടോ, ഒറിജിനലാണെന്ന് തോന്നുന്നു. ബട്ടർഫ്ലൈസ്, ആനിമൽസ്, ഇംപാല.
ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഷീപ്പ്, റോക്സാണ്, റോക്കുകൾ, ലൈം സ്റ്റോൺ റോക്ക്. സ്റ്റോൺസിൻ്റെ ഫുള്ള് ഇത് ഇവിടെയുണ്ട്. ഇവിടെ വരുന്നവർക്ക് നോക്കി വായിക്കാം. ഇത് നമ്മുടെ അവിടുത്തെ കാട്ടുപോത്തിൻ്റെ വേറൊരു ടൈപ്പ്, കേപ്പ് ബഫലോ. ഓ വിഷയം. ഈസ്റ്റ് ആഫ്രിക്കൻ ഒറിക്സ്. ഇൻസെക്ട്സിൻ്റെ ഹണി ബീസ്, ബി. And eggs. ചിക്കൻ. ഇവിടെ സാധാ കോഴിയും പാരറ്റ്സ് അങ്ങനത്തെ സാധനം, അതിൻ്റെ എഗ്സും കാര്യങ്ങളും ഒക്കെ. ഫോസിൽ, ഫിഷ് ഫോസിലാണ്. വെയിലിൻ്റെ ഒരു ബോണാണ് ഈ ഇരിക്കുന്നത്. ഇതും വെയിലിൻ്റെ ആണ്. സ്റ്റോൺസ്, ഫ്ലൈസ്, ആമസോൺ മലേഷ്യയിലൊക്കെ ഉള്ളത്. ഇതെല്ലാം ഒറിജിനലാണ്, ഒന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല. ഓ ഇഷ്ടംപോലെ ടൈപ്പ്. ഫോട്ടോ ഗാലറി, ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഡോഡോ. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മൗറീഷ്യസിലെ ആൾക്കാർ ഇതുവരെ ഈ ഡോഡോയെ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ടൈമിൽ ഇത് വംശനാശം വന്നുപോയി. ഇതിപ്പം അവർ ഇവിടെ കണ്ടുവന്ന ഫോസിലൊക്കെ വെച്ച് കളക്ട് ചെയ്ത സ്ട്രക്ചർ മാത്രമാണിത്. മൗറീഷ്യസുകാർക്ക് പോലും ഇത് കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. പണ്ട് ഫ്രാൻസിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വന്നവർ, ഇതാണ് കറക്റ്റ് ഡോഡോ. ഇത്രയും വലുതായിരിക്കും ഈ ഡോഡോ എന്ന് പറയുന്ന സാധനം. കിളി, ഡോഡോ എന്ന് പറയുന്ന കിളി. പക്ഷേ ഇത് ഇവിടെ യൂറോപ്യൻസും ബാക്കിയുള്ളവരൊക്കെ വന്ന് ഹണ്ട് ചെയ്ത് അതിന് വംശനാശം വന്ന് അത് ഫുള്ള് ഇല്ലാണ്ടായി. ഇപ്പോൾ ഇതിനെ കാണാൻ പോലും ഇല്ല. ഇവിടുത്തെ ദേശീയ പക്ഷി ഇതാണ്, ഡോഡോ ആണ്, നാഷണൽ ബേർഡ്.
ഫുള്ള് നിങ്ങൾക്ക് വായിച്ച് നോക്കി ഇച്ചിരിയും കൂടെ കാര്യമായിട്ട് മനസ്സിലാവും. ഇതേപോലത്തെ കേവ്സിലൊക്കെ ആയിരിക്കും ചിലപ്പം ഇത് ഉണ്ടാകുക. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നമുക്ക് ടൈമില്ല, തിരിച്ചു പോകേണ്ടതാണ്. സ്ട്രക്ചർ, പ്രോപ്പർ ഡോഡോ സ്ട്രക്ചർ. ഡോഡോയുടെ ഇത്രയും വലുതാണ്. നമ്മുടെ ഒരു 4 കോഴി 5 കോഴി കാട്ടി വലുതായിരിക്കും ഇത്. ഡോഡോ ക്രാബ്സ്. ആ ക്രാബ്സൊക്കെ ഇവിടെ മേടിക്കാൻ പറ്റിയ ഷോപ്പ് അവിടെ ഉണ്ട്, എനിക്കത് നോക്കാം. ഓ, ഇവിടെ ഉണ്ടായിരുന്ന കുരങ്ങൻ്റെ ഒരു വേറൊരു ഇത്, വവ്വാല് പോലത്തെ ഒരു സാധനം, എലികൾ. പല ടൈപ്പ് ഡോഡോസ് ഉണ്ട്, അതിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോഡോയുടെ ഹൈറ്റ് നോക്കിയേ, 1 മീറ്റർ, വെയ്റ്റ് 10 to 18 kg. ഫുഡ്, ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെയാണ് ഇത് കഴിക്കുന്നത്. ലാസ്റ്റ് സൈറ്റ്നിങ് 1662, അതോടെ തീർന്നത്. വെയിലാണ്. ഇതാണ് സാധനം. നെക്സ്റ്റ് ടൈം ഒന്നും കൂടെ വരുന്നുണ്ട്, അപ്പം വിശദമായിട്ടെല്ലാം ഒന്നും കൂടെ ബ്രീഫ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏകദേശം ടൈം കഴിഞ്ഞു, നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. മ്യൂസിയത്തിലെ പരിപാടി ഇത്രയേ ഉള്ളൂ. സ്നേക്സ്, ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഏതോ ഒരു പാർക്ക്, നാഷണൽ പാർക്കിലുണ്ട്. അവിടെ പോകുമ്പം നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അവിടെ ഒരു ഐറ്റം ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. മുയൽ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് മാൻ വർഗത്തിലുള്ള ഇതൊക്കെയാണ്. കാട്ടുപന്നി പോലത്തെ ഇത്. മഡഗാസ്കറി സീസ, അങ്ങനത്തെ ഒരു ഇത്. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് തോന്നുന്നു. വവ്വാലിൻ്റെ തന്നെ കുറേ ടൈപ്പ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടൊന്ന് കയറി നോക്കാം. വേൾഡ് വാർ 1, 2 ടൈമിലുള്ള ബ്രിട്ടീഷുകാരും ഈജിപ്തും ഡച്ചുകാരൊക്കെ വന്ന് ഇവിടെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ള, ബ്രിട്ടീഷ് ആർമി ആയിരുന്നു ഇവിടെ മെയിൻ. ഇവിടുത്തെ ആർമിയുടെ ഫുൾ യൂണിഫോമും പ്രോപ്പർ സാധനങ്ങൾ, ബാഗും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കറക്റ്റായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേൾഡ് വാർ 1 ടൈമിലെ ആൾക്കാരുടെ യൂണിഫോമാണ്.
കുറച്ചും കൂടെ ബ്രീഫ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ടൈമില്ലാതായിപ്പോയി. ഇതാണ് അവർ യൂസ് ചെയ്ത വാഹനങ്ങളും സാധനങ്ങളും. പ്ലെയിനുകൾ, എയ്റോപ്ലെയിൻസ്. സോൾജേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. കപ്പലിൻ്റെയൊക്കെ സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. പായ്ക്കപ്പൽ. അധികം അകത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, സൈലൻസ് ആണ്. അതുകൊണ്ടാണ് ബ്രീഫിങ് ഇച്ചിരി ശോകമായിട്ടുള്ളത്. നെക്സ്റ്റ് ടൈം ഇച്ചിരി കൂടെ അടിപൊളിയായിട്ട് ചെയ്യാം. നമ്മൾ പോകുന്നത് റോഡിൽ ആർട്ടൊക്കെ ചെയ്ത ഒരു സ്ഥലമുണ്ട്. ഫുള്ള് പെയിൻറ്റിങ്ങാണ് റോഡിലൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി നോക്കാം. എന്തുവാ, ആർട്ട് ആൻഡ് മ്യൂറൽസ് എന്നാണ് അതിൻ്റെ പേര്. മ്യൂസിയത്തിന് ഏകദേശം 800 മീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നോക്കാം. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ജാക്കി ചാൻ ആണെന്ന് തോന്നുന്നു. ഫുള്ള് ഇങ്ങനെ ആർട്ട് വർക്കാണ് ഈ ഒരു സൈഡ്. ഇങ്ങനൊരു പ്ലേസ് ഉണ്ട്, ഈ ലോട്ടസിൻ്റെ ആർട്ട് വർക്ക്. എന്തായാലും കൊള്ളാം. പോർട്ട് ലൂയിസ് എനിക്കിഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും മൗറീഷ്യസ് വരുന്നവർ ക്യാപിറ്റൽ സിറ്റിയായ പോർട്ട് ലൂയിസ് എക്സ്പ്ലോർ ചെയ്യുക. നൈസ്. ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ വിൻ്റർ ആകുമ്പം ഇവിടെ സമ്മറാണ്. സമ്മർ ടൈം ഒരു രക്ഷയില്ല, നല്ല ചൂടാണ്. ചൂട് മീൻസ് ഹ്യൂമിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും വിയർക്കും. മാക്സിമം വരുന്നവർ വെള്ളം കുടിക്കുക, ഇതൊക്കെ തന്നെ. ഇനിയും നൈസായിട്ട് ഞങ്ങൾ ബസ് പിടിച്ചിട്ട് റൂമിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ ബസ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. തിരിച്ച് ഇവിടുന്ന് ഫ്ലിക്ക് ആൻഡ് ഫ്ലേക്കിലേക്കുള്ള ബസ് പിടിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗുമായിട്ട് മൗറീഷ്യസിലെ യാത്ര നമ്മൾ തുടരുന്നതാണ്. അപ്പം വെയിറ്റ് ചെയ്യുക. ബൈ.